മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. ഇതിന്റെ പേരാണ് പട്ടം. അതേ റിയ, ഇത് ഇനിയും കൂടെ പറന്ന് പറന്ന് മേലെ പോകും. അതെ, ഈ നൂലൊക്കെ ഇങ്ങനെ വിട്ടാ ഇതിങ്ങനെ പറന്ന് പറന്ന് പോയി ആകാശത്തിലേക്ക് പോവും. പക്ഷെ നമ്മ അങ്ങനെ വിട്ടു വെക്ക്, പിന്നെ അത് പറന്നു പോയി നമുക്ക് പിടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരം വരെ വിട്ടാ മതി ട്ടോ. ശരി, മരത്തിന്റെ മേലെ വിടാം ട്ടോ. പതുക്കെ പതുക്കെ തന്നെ അയക്കാൻ പറ്റുള്ളൂ. ഇല്ല വെച്ചോ ഈ നൂല് അറ്റും കൊണ്ട് പോവും. പിന്നെ ഈ പട്ടം പറന്ന് വേറെ എവിടെയെങ്കിലും പോവും. അയ്യോ വേണ്ട റിയ, ഇത് കണ്ടോ, ഇങ്ങനെ കാറ്റ് വേഗം വീശുമ്പോഴേ ഈ പട്ടം സ്പീഡിൽ പറക്കും. നിനക്ക് പിടിക്കാൻ കഴിയില്ല. അവസാനം നീ വിട്ടു കഴിഞ്ഞാലേ ഈ പട്ടം പറന്നു പോകും, പിന്നെ നമുക്ക് കിട്ടില്ല. ശരി റിയ, നീ കണ്ടോ, പിന്നെ കാറ്റ് മെല്ലെ വീശുമ്പോ ഞാൻ നിന്റെ കൈ തരാം ട്ടോ. റിയ, ഏതിന്റെ മേലെയാ നീ കേറിയിരിക്കുന്നെ? താഴെ വീണാൽ എന്താവും? താഴെ ഇറങ്ങാദ്യം. അതെ അമ്മായി, ഇതിന്റെ മേലെ ഇരുന്ന് താഴെ വീഴുവൊന്നുമില്ല. അയ്യോ ധീര, നീ വീഴില്ല. നീ വലിയ കുട്ടിയല്ലേ, നീ പിടിച്ചിരിക്കും. പക്ഷെ റിയ കുട്ടി കുഞ്ഞുമാവിയല്ലേ, അവൾക്ക് അങ്ങനെ നേരെ പിടിച്ചിരിക്കാനൊന്നും അറിയില്ല. അവളിപ്പോ ബൊധേന്ന് താഴെ വീഴും, നോക്കിക്കോ. എടി, ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? വെറുതെ തമാശ പറഞ്ഞിട്ട്. നോക്ക്, പട്ടം വിട്ട് കളിക്കണമെങ്കിൽ താഴെ നിന്ന് കളിച്ചാ മതി. ഇതിന്റെ മേലൊന്നും ഇരിക്കണ്ട. ഇറങ്ങ് താഴെ. എടി റിയ, ഇപ്പൊ നിനക്ക് വായ ഒരുപാടായിട്ടുണ്ട്. നിനക്ക് നിന്റെ അച്ഛനെ വിളിക്കാം. ഒന്നും പറയില്ലേ? നിനക്കിപ്പൊ വിളിക്കാം. വന്ന് വടിയെടുത്ത് 2 തല്ല് വെച്ചേരാൻ പറയാം. നിക്ക് ഷമീർ, ഇവിടെ ഒന്ന് വേരി. നിങ്ങളുടെ മകൾ ഇവിടെ എന്താ കാണിക്കണമെന്ന് വന്ന് നോക്കി. എടി ഐഷു, എന്തിനാ വിളിച്ചത്? എന്താ ഐഷു, വെറുതെ എന്തിനാ അവളെ ചീത്ത പറയുന്നത്? അവള് പാവം ധീരന്റെ കൂടെ മിണ്ടാതിരുന്ന് പട്ടം വിട്ടല്ലേ കളിക്കുന്നത്. അയ്യോ ഷമീർ, അവള് കളിക്കട്ടെ, ഞാൻ വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവള് ഏതിന്റെ മേലെ കേറി ഇരിക്കണെന്ന് നോക്കി. ധീരൻ മേലെ കയറി ഇരിക്കണമെന്നും പറഞ്ഞ് അവളും കയറി ഇരിക്കുവാണ്. ധീരനെ പോലെ അവൾക്ക് പിടിച്ചിരിക്കാൻ അറിയോ? ഇനിയിപ്പോ താഴെ വീണ എന്താവും? അതെ, മേലെ ഇരുന്ന താഴെ വീഴും. മേലെ ഇരിക്കണ്ട, താഴെ ഇറങ്ങി നിൽക്കുന്ന പറഞ്ഞ ചീത്ത പറയണമെന്നാണ് അർത്ഥം. ശരി ശരി, പോട്ടെ. അമ്മനെ അച്ഛൻ ചീത്ത പറയാ. ഇടി റിയ, മര്യാദക്ക് താഴെ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇടി ഐഷു, ഒന്നും മിണ്ടാതിരിക്കി. അവള് വീടൊന്നുമില്ല, ഞാനല്ലേ അടുത്തിരിക്കണ്, ഞാൻ പിടിച്ചോളാം. ഷമീർ ഇങ്ങനെ മേലെ കയറി ഇരുന്ന താഴെ വീഴുന്നും പറഞ്ഞ് അവളെ ചീത്ത പറയാൻ വേണ്ടി നിങ്ങളെ വിളിച്ചാ നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യാണോ? ഷമീർ, ഇപ്പൊ അവളെ നിങ്ങൾ ചീത്ത പറയുവോ ഇല്ലയോ? എടി ഐഷു, ചീത്ത പറഞ്ഞാൽ മാത്രം അവൾക്ക് അറിയോ? അവള് ചെറിയ കുട്ടിയല്ലേ. പോട്ടെ, വിട്, ഞാൻ പിടിച്ചോളാം. ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ പോ. അവള് ഇത്ര കേടും വാശിയും ഒക്കെ കാണിക്കുന്നതിന്റെ കാരണമേ നിങ്ങളാണ്. ഇങ്ങനെ അവള് എന്ത് ചെയ്താലും അവള് ചീത്ത പറയാതെ നല്ല ഓമന കാണിക്ക്. അപ്പൊ പിന്നെ അവൾക്ക് ഇനിയും കേട് കുറച്ച് കൂടട്ടെ. അല്ലാതെ പിന്നെ അമ്മുക്കുട്ടിയാണ് അച്ഛന്റെ ചക്കരക്കുട്ടി. അമ്മുക്കുട്ടിനെ എങ്ങനെ അച്ഛൻ ചീത്ത പറയും? ഷമീർ, ഐഷു, ഒന്നും മിണ്ടണ്ട. അച്ഛനും മകളും കൂടെ എന്താ വെച്ചാ ചെയ്. ഇനിയിപ്പോ അവള് എന്ത് കേട് കാണിച്ചാലും ഇങ്ങനെ മേലെ എവിടെങ്കിലും കയറി താഴെ വീണാലും എന്നെ കൊണ്ട് നിങ്ങൾ
ചോദിക്കാൻ പാടില്ല. എടി ഐഷു, എടി അമ്മൂസേ, അമ്മനെ ഓടിപ്പിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അമ്മ എപ്പോഴും ഉണ്ണിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുള്ളൂ. ഇങ്ങനെ വലിയവര് ആരും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ മേലെ കേറി ഇങ്ങനെ ഇരുന്നാ അറിയാതെ താഴെ വീണോ വെക്കി, പിന്നെ ഉണ്ണിക്കുട്ടിക്കല്ലേ വേദനിക്കുള്ളൂ. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത്. അമ്മൂസേ, ധീരനേറ്റം വലിയ ഏട്ടനല്ലേ, അവൻ മേലെ കയറി ഇരുന്ന അവൻ വീഴൊന്നുമില്ല, അവന് പിടിച്ചിരിക്കാൻ അറിയാം. പക്ഷെ ഉണ്ണിക്കുട്ടിക്ക് അതുപോലെ പിടിച്ചിരിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇതിന്റെ മേലെ ആരും ഇല്ലാത്തപ്പോ കേറി ഇരിക്കാൻ പാടില്ല കേട്ടോ. ശരിയടാ. പിന്നെ ധീര, നീയും തന്നെ, ഉണ്ണിക്കുട്ടി ചെറിയ കുഞ്ഞു പാവയല്ലേ, ഇതുപോലെ മേലെ കയറി ഇരുന്ന് അവള് വീഴും. അതുകൊണ്ട് നീയും ഇനി ഇതിന്റെ മേലേക്ക് കയറി ഇരിക്കാൻ പാടില്ല. നിന്നെ കണ്ടിട്ടല്ലേ അവളും കയറിയിരിക്കുന്നത്. ആ ശരി മമ്മ, ഇനി ഞാന് റിയാവും ഇതിന്റെ മേലെ കേറിയിരിക്കില്ല. ആ ശരി. ഉണ്ണിക്കുട്ടിനെ താഴെ വീഴാതെ നീ തന്നെയല്ലേ നോക്കേണ്ടത്, അതുകൊണ്ടാ പറഞ്ഞത്. രണ്ടുപേരും താഴെ നിന്ന് പട്ടം വിട്ട് കളിക്കി. ആ ശരി മമ്മ. റിയാ കുട്ടി, ഇതിന്റെ മേലെ കേറിയാ താഴെ വീഴും. നമുക്കിനി ഇതിന്റെ മേലെ കേറണ്ടാട്ടോ. ശരി, എന്നാ വാ, നമുക്ക് താഴെ നിന്ന് പട്ടം വിട്ട് കളിക്കാം. അയ്യോ, റിയാനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഈ ഐഷു വരെ പണങ്ങിപ്പോയി. ഇനി അവളിനെ എങ്ങനെയാ ഒന്ന് സമാധാനം ചെയ്യാ? അച്ഛനും മകളും കൂടെ ഇപ്പൊ കുറച്ച് ഓവറായിട്ട് തന്നെ കാണിക്കുന്നത്. മകള് പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഈ ഷമീർ ഇങ്ങനെ റിയാനെ ഓവറായിട്ട് ഓമന കാണിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് കേട് കൂടിക്കൊണ്ടേ വരുന്നത്. നമ്മ നല്ലത് പറയാൻ പോയാലും കൂടെ അച്ഛനും മകളും കൂടെ ചേർന്ന് നമ്മളെ കളിയാക്കുക. എന്തോ ചെയ്യട്ടെ, ഇനി ഒരു കാര്യത്തിന് ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല. അവസാനം അവള് വീഴേ വെട്ടി എന്തെങ്കിലും ചെയ്ത് അപ്പോ എന്താണ് ഐഷു എന്ന് എന്നെ കൊണ്ട് ചോദിക്കാൻ വരട്ടെ, പിന്നെ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിലേ ഈ റിയ ഞാൻ പറയണ കൂട്ടം ഒന്നും കേൾക്കുന്നില്ല. ഈ ഷമീർ ഇങ്ങനെ സപ്പോർട്ടും ചെയ്യുന്ന കൊണ്ട് തീരെ എന്റെ കൂട്ടം അനുസരിക്കുന്നില്ല. അമ്മ പറയണത് ശരിയാണ്, അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണെന്ന് ഈ ഷമീർ ഒരു വാക്ക് പറഞ്ഞ അപ്പൊ അവൾക്ക് മനസ്സിലാവില്ലേ? പക്ഷെ അത് പറയില്ല. അപ്പം മകളുടെ കൂടെ ചേർന്ന് മകൾക്ക് സപ്പോർട്ടും ചെയ്ത് എന്നെ കളിയാക്കും. പിന്നെ ഞാൻ പറയണത് അവൾ എങ്ങനെ കേൾക്കാനാ? ഇതില് റിയാനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാം ഷമീറിനെ പറയണം. മകളെന്നും പറഞ്ഞ് എപ്പോഴും മകൾക്ക് മാത്രം തന്നെ സപ്പോർട്ട്. ആ അച്ഛനും മകളും തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ഇനി ഒരു കാര്യത്തിൽ ഇടപെടില്ല. ഹോയ്, എന്താ മേഡം, എന്നെ തന്നെ ചീത്ത പറയാതിരിക്കുന്നു വിചാരിച്ചു, അതേപോലെ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അയ്യോ, നിങ്ങളെയും നിങ്ങളുടെ മകളെയും ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനു ഞാൻ നിങ്ങളെയൊക്കെ ചീത്ത പറയണം? രണ്ടുപേരും എന്താ വെച്ചാ ചെയ്യ്, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ കൊണ്ട് ഒരു കാര്യത്തിനും വന്ന് നിൽക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഹെടി, ഞങ്ങൾക്ക് നീയല്ലേ ഉള്ളൂ, പിന്നെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടല്ലേ വന്ന് നിൽക്കണം. അതെ, ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കില്ല. പക്ഷെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മാത്രം എന്റെ അടുത്ത് വന്ന് നിൽക്കുവോ? എന്റെ അമ്മോ, ഈ അടുപ്പിൽ തിളക്കുന്ന സാമ്പാറേക്കാളും നീ ഒരുപാട് തിളക്കുന്നുണ്ടല്ലോ. ഒന്ന് ഇങ്ങോട്ട് വാ നോക്കട്ടെ. നിങ്ങൾ ഒന്നും നോക്കണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് എണീറ്റ് പൊയ്ക്കോളെ. പോവില്ലല്ലോ. എന്റെ ഐസ് ഇങ്ങനെ തിളയ്ക്കുമ്പോ തണുപ്പിക്കാതെ ഞാൻ എങ്ങനെയാ പോകുക? നിങ്ങൾ ഒന്നും തണുപ്പിക്കണ്ട, നിങ്ങൾ പോയാ മതി. എടി ഐഷു, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം എന്നാണോ? എപ്പോ നോക്കിയാലും അവൾ എന്ത് കുറുമ്പ് കാണിച്ചാലും നിങ്ങൾ അവൾക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ അവളുടെ നല്ലതിനല്ലേ പറയണേ. എന്നാ പിന്നെ അമ്മ പറയണത് ശരിയാണെന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങൾ അങ്ങനെ പറയാതെ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൾക്ക് കേട് കൂടിക്കൊണ്ടേ വരുന്നത്. എടി ഐഷു, അവള് ചെറിയ കുട്ടിയല്ലേ, നമ്മ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാവുന്ന പ്രായം വരുമ്പോ ഞാൻ പറയും. പക്ഷെ ഇപ്പൊ അവൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ അവളെ വെറുതെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, അമ്മ പറയണത് ശരിയാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ എന്താണ്? ഹെടി, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെന്ന് നിനക്കറിയോ? എവിടെ പറഞ്ഞ്? ഞാൻ കേട്ടിട്ടല്ലേ ഇരുന്നത്, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഐഷു, നിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതിന്റെ ശേഷം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരി, അത് എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞാൽ എന്താ? ഐഷു, നമ്മ രണ്ടുപേരും കൂടെ ചേർന്ന് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് സങ്കടമാവും. പക്ഷെ നീ ചീത്ത പറയുമ്പോൾ ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടെന്ന് അവൾക്ക് ഒരു സന്തോഷമല്ലേ? പിന്നെ അതിന്റെ ശേഷം അവൾക്ക് പറയും പോലെ പറഞ്ഞു കൊടുത്തപ്പോ അവൾക്ക് മനസ്സിലായി. അല്ലാതെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് അവളെ ചീത്ത പറഞ്ഞതാണെങ്കിൽ അവൾക്ക് നമ്മ പറയണതൊന്നും മനസ്സിലാവില്ല. അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞെന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് എപ്പോഴും കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല. ഒരാൾ ചീത്ത പറഞ്ഞാൽ ഒരാളെ സ്നേഹിക്കണം. ഓ, മകളെ സ്നേഹിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ മേലെ നിനക്ക് സ്നേഹമില്ലല്ലോ. എനിക്ക് നിന്റെ മേലെ സ്നേഹമില്ലാന്ന് ആരാ പറഞ്ഞത്? ആര് പറയണം? എനിക്ക് തന്നെ അറിയാലോ. അല്ലെങ്കിലും പിന്നെ എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ, എപ്പോഴും മകൾക്ക് മാത്രമല്ലേ സപ്പോർട്ട്. ഇടി ഐഷു പ്രാന്തി, അങ്ങനെയൊന്നും അല്ല. അവള് സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ച് അവൾക്ക് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. എന്നാ ഇപ്പൊ പറയേ, നിങ്ങൾക്ക് അവളാണോ വലുത് അല്ല ഞാനാണോ വലുത്?
ഇതെന്ത് ചോദ്യമാടി? ഇപ്പൊ നിങ്ങൾ പറയൂ ഷമീർ, നിങ്ങക്ക് ഞാനാണോ വലുത് അവളാണോ വലുത്? എടി അവള് നമ്മുടെ മകളാ. ആയിക്കോട്ടെ ഷമീർ, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഞാനാണോ വലുത് അവളാണോ വലുത്? അങ്ങനെ ചോദിച്ചാ നീ അല്ലേ അവളെക്കാളും വലുത്, അവള് കുഞ്ഞു കുട്ടിയല്ലേ. ഷമീർ, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ അവളാണോ കുഞ്ഞുകുട്ടി അതോ നീയാണോ കുഞ്ഞുകുട്ടി? ഷമീർ, കളിയാക്കാതെ ഞാൻ ചോദിച്ചതിന് പറയും. നിങ്ങൾക്ക് അവളെയാണോ കൂടുതൽ ഇഷ്ടം എന്നെയാണോ കൂടുതൽ ഇഷ്ടം? എടി പ്രാന്തി, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കൂടുതൽ ഇഷ്ടം തന്നെ. ഇതില് നിന്റെ മേലെയാണോ കൂടുതൽ ഇഷ്ടം അവളുടെ മേലെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ണിനെ പോലെയാണ്. ഇതിൽ ഏത് കണ്ണാണ് വേണ്ടത് ചോദിച്ചാൽ എന്താ പറയാ?